റോഡ് സ്പെഷ്യൽ ഫോഴ്സിന്റെ നിർദ്ദേശം അവഗണിച്ച് അവർക്ക് നേരെ തോക്കെടുത്ത് വെടിയുതിർത്തതുകൊണ്ട് സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് ഷൂട്ട് ചെയ്ത് കൊല്ലേണ്ടി വന്നു എന്നതാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. കേട്ടില്ലേ? ഇതുവാ സുഭാഷിന്റെ പണിയാ. ഇനിയും വെറുതെ ഇരുന്ന് ശരിയാവില്ല. അവൻ പോലീസ് കസ്റ്റഡിയിലാ ഉള്ളത്. അവൻ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റി എന്തിനാ ഗണ്ണും കൊണ്ട് എയർപോർട്ടിൽ പോയത്? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ഗണ്ണും കൊണ്ട് എയർപോർട്ടിൽ പോകാൻ മാത്രം അവനത്ര വിട്ടിയൊന്നുമല്ല. മൈ ലോർഡ്, സസ്പെക്ട് സുഭാഷ് SI ആയിരുന്ന കാലത്ത് തനിക്ക് ബന്ധമില്ലാത്തൊരു കേസിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. ഇൻഫാക്ട് അവരെ കൊല ചെയ്യുവാൻ പോലും ശ്രമിക്കുകയുണ്ടായി. ആ 2 പേരെയും കടത്തിക്കൊണ്ട് പോയിട്ട് ഒരാളെ കൊല ചെയ്തതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആ ദീപകിന് ജീവനോടെ തിരിച്ചു കിട്ടുന്നത് വരെയെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ ഒരാഴ്ച ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ കോടതി അനുവദിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. എനി ഒബ്ജക്ഷൻ? ലോർഡ്, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എല്ലാം സംശയം തന്നെയാ. ഭുവന്റെ കൊലപാതകത്തിന് സുഭാഷ് ആണ് കാരണക്കാരെന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. സുഭാഷിനെ എയർപോർട്ടിൽ വെച്ച് ഒരു തീവ്രവാദിയെ പോലെ ഇവർ അറസ്റ്റ് ചെയ്തു. എന്നാ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അത് ആക്സിഡന്റ് ആണെന്ന് ജോയിന്റ് കമ്മീഷണർ സാരംഗൻ മീഡിയയോട് പറഞ്ഞു. പിന്നെ വേറെ 2 പേരെ കിഡ്നാപ്പ് ചെയ്തു എന്നും പറയുന്നു. അതിലൊരുത്തൻ ഗണ്ണുമായിട്ട് എയർപോർട്ടിൽ ചുറ്റിക്കറങ്ങി. അവനെ CISF സോൾജേഴ്സ് വെടിവെച്ച് കൊന്നു. ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസേ അത് തന്നെയാ. ഇപ്പോതാ വേറൊരുത്തിനു വേണ്ടി വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് ചോദിക്കുക. ഈ വിഷയത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേറെ ഏതോ വലിയ സോഴ്സിൽ നിന്ന് പ്രഷർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സുഭാഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത് മൈ ലോർഡ്. സുഭാഷ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്സും വീഡിയോ ഫുട്ടേജും ഇതിലുണ്ട്. എല്ലാത്തിനും ശരിയായ എവിഡൻസ് വേണം. നിങ്ങളുടെ അന്വേഷണത്തിൽ ഒരു തെളിവുമില്ലല്ലോ. ആദ്യം കാണാതെ പോയ ആളെ നിങ്ങൾ വേഗം കണ്ടുപിടിക്കാൻ നോക്ക്. അതാണ് നിങ്ങളുടെ ജോലി. പിന്നെ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാഴ്ചയൊന്നും എടുക്കാൻ പറ്റില്ല. 1 ദിവസം മാത്രം അനുവദിക്കും. മർദ്ദിക്കാനൊന്നും പാടില്ല. മനസ്സിലായല്ലോ? ശരി മാഡം. നിന്നെ അടിക്കണ്ടെന്ന് കോടതി പറഞ്ഞാലും ഞങ്ങൾ അടിക്കാതിരിക്കൂ. നിന്നെ കൊന്നു കളഞ്ഞാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. പറ്റുമെങ്കിൽ അടുത്തവനെ രക്ഷിക്കാൻ നോക്കാം. ദീപക്, ദീപക് സാർ ദീപക് സാർ, നോക്ക് സാർ, ദീപകിന്റെ ഒരു വീഡിയോ. ഇത് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാർ. നിങ്ങളൊക്കെ വലിയ സൈബർ ക്രൈം എക്സ്പെർട്സ് അല്ലേ? നിങ്ങളെ കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആര് ചെയ്യും? ഈ പ്രോഗ്രാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സാർ. പുറത്തുനിന്ന് ഇല്ലീഗൽ ഹാക്കേഴ്സിനെ വിളിച്ച് ശ്രമിക്കാം സാർ. ലീഗൽ ഓർ ഇല്ലീഗൽ, ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ്, ഡു ഇറ്റ് ഐ സേ. എന്താ ചെയ്യുന്നത് നോക്ക് സാർ. ഹാക്കേഴ്സാ? ഓക്കെ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്യും. നമ്മുടെ നാട്ടിൽ റേപ്പ് ഇപ്പോൾ ഒരു സ്ഥിരം വാർത്തയാണ്. എല്ലാവരും ഫേസ്ബുക്കിലും ട്വിറ്ററിലും റേപ്പിനെതിരെയുള്ള നിയമം കർശനമാക്കണമെന്ന് സ്റ്റാറ്റസ് ഇടുന്നതും ആ ക്രിമിനൽസിനുള്ള ശിക്ഷ പൊതുജനമധ്യത്തിൽ നടുറോട്ടിൽ വെച്ച് പരസ്യമായി നടപ്പിലാക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലം എത്രയായി. അങ്ങനെ ചിന്തിക്കുന്നവർക്കിതാ ഒരു സുവർണ അവസരം. പല പെൺകുട്ടികളെയും റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരുത്തനെ ഇതാ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ കുറ്റസമ്മതം കേട്ടോളൂ. ക്രിസ്റ്റിയും ഞാനും ഭുവനും ഞങ്ങൾ കുറെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന പാർവതിയുടെ കൊലയും ഞങ്ങളാ ചെയ്തത്. അവനെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ IP അഡ്രസ് ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഗെയിമിന്റെ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതൊന്ന് വേഗം നോക്ക്. ഓക്കെ, നിന്റെ മൊബൈലിൽ ഒരു ഗെയിമിന്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും. അതൊന്ന് കളിക്കാം. നമ്മുടെ മോളെ കൊന്നവനെ നമുക്ക് തന്നെ ശിക്ഷിക്കാം. ഒരു റേപ്പിസ്റ്റിനെ ശിക്ഷിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. ഒരു ഗെയിമിന്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കളിക്ക്. വേഗം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഷെയർ ചെയ്യാൻ.
ലിങ്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഹേയ്, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ജെസി, എത്ര കോടി ചെലവ് വന്നാലും എനിക്ക് പ്രശ്നമല്ല. ഇതിന്റെ എക്സ്പേർട്ടിനെ ഞാൻ എബ്രോഡിൽ നിന്ന് കൊണ്ടുവരാം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ സാർ? Excuse me? നിങ്ങളുടെ മോൻ്റെ അടുത്ത് ഗ്യാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? ഹൈഡ്രോഫ്ലൂറസലസിക് ആസിഡ് വിത്ത് പൊട്ടാസ്യം ലൈൻ. നിങ്ങൾ ഇന്റർനാഷണൽ കോൾ ചെയ്ത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ് ഫ്ലോയിൽ നിങ്ങളുടെ മകന്റെ ശരീരം വെന്തുരുകാൻ തുടങ്ങും. ഈ ഗെയിം കളിച്ചാൽ ഗ്യാസ് ലീക്ക് അയാളെ കൊല്ലുന്ന പോലെ സെറ്റ് ആക്കിയിരിക്കുന്നത്. പല പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്ന റേപ്പിസ്റ്റാ. അവനെ ഓൺലൈനിൽ കൊല്ലാൻ ചാൻസ് കിട്ടുമ്പോ ഞാൻ വേണ്ടെന്ന് പറയോ? ഇല്ല. ഓ ഗോഡ്, ജനങ്ങളെല്ലാം ഗെയിം കളിക്കാൻ തുടങ്ങി. ഗ്യാസ് ഫ്ലോ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ആ വെബ്സൈറ്റ് തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സാർ, ആ IP അഡ്രസ്സ് ഓരോ 20 സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ IP അഡ്രസ്സ് ആയിരിക്കും മിറർ ആവുന്നത്. നിങ്ങൾ ടെക്നിക്കൽ എക്സ്ക്യൂസസ് പറഞ്ഞ് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറയണോ? സർ, അതേ ടെക്നോളജി ഉപയോഗിച്ച് അവനിത് ചെയ്തിരിക്കുന്നത്. ഈ ടെക്നോളജി വേൾഡിൽ എക്സ്പെർട്ട് ആണെങ്കിൽ എന്ത് വേണേലും ചെയ്യാം. ഇവൻ തനിച്ചാണിത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഇത് പോസിബിൾ ആവൂ. ഇവനെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇവന്റെ മുഴുവൻ പ്ലാൻസും നിനക്കറിയാം. ദീപക് ഇപ്പൊ എവിടെയുള്ളെന്ന് പറ. എനിക്കറിയില്ല. ആ മുത്തു. ഓക്കെ സാർ. സർ, പ്ലീസ് അടിക്കരുത്. പ്ലീസ് സർ, പ്ലീസ്. ആരെങ്കിലും ഒക്കെ മരിക്കുന്നതിനേക്കാൾ നീ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് പ്രധാനം. ഐ ആം സോറി. അനിത, ഞാൻ പറയുന്ന കേക്ക്. അനിത, ദീപക് എവിടെയുള്ളതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറ. ഓക്കെ സാർ. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. മൊത്തത്തിൽ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ ഗെയിം കളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലോഗിൻ ചെയ്ത എല്ലാവരും ഒരേ സമയം തന്നെ വിത്ഡ്രോ ചെയ്ത മുഴുവൻ ഗ്യാസും റിലീസ് ആവുന്ന പോലെ പ്രോഗ്രാം ചെയ്തിരിക്കുക. അറ്റ്ലീസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ അതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വിൽ ഫൈൻഡ് ഹിം. വല്ലാത്തൊരു സ്ഥലമാണല്ലോ. ഈ ബിൽഡിംഗ് ആണോ? വാ, എത്ര കിട്ടിയാലും പഠിക്കും. വേഗം വാ. ഏത് ഭാഗത്തേക്കാ? ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഏത് ഭാഗാന്ന്? മോളെ, സാറിന് BP കയറുന്ന കണ്ടില്ലേ? 6ാമത്തെ ഫ്ലോർ വരെ വരേണ്ട കാര്യമുണ്ടോ? അവനെയൊക്കെ താഴെ വെച്ച് തന്നെ തീർത്ത പോരായിരുന്നു. അല്ലേ സാർ? തമാശ പറയാതെ പോ. ഓക്കെ സാർ. ഏത് ഭാഗത്താന്ന് ചോദിച്ചിട്ടില്ലേ? ദീപക്, നിന്നെ കാണിച്ചു ഞാൻ. ഇതൊക്കെ ക്രൈമാടാ. ഞാനില്ലേ കളിക്ക്. നിന്റെ അനുജത്തിക്ക് അത് സംഭവിച്ചേ നീ സഹിക്കോ? എന്തിനാ മോനെ ഇതൊക്കെ? ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? സർ, ഏതെങ്കിലും വിധത്തിൽ ഈ ലോഗിൻ ചെയ്ത ആൾക്കാർ ഒരു 10 സെക്കൻഡ് സമയം തന്നാ, അതായത് ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ആരും ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഈ IP അഡ്രസ്സ് എവിടെയാണ് ആക്റ്റീവ് ആയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഒറ്റ വഴിയുള്ളൂ സർ. ചുമ്മാ വളവളാൻ സംസാരിക്കാതെ തുറക്ക്. സാർ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. അതിന് പറ്റിയൊരു എന്തെങ്കിലും എടുത്ത് വെട്ടിപ്പിടിക്കണോ? ആ, കിട്ടി സാർ. വേഗാട്ടെ, ഒന്ന് വേഗാട്ടെ. ഒന്ന് തുറക്ക്, തുറക്ക്. ഇപ്പൊ ഞാൻ തുറക്കാൻ സാറേ. ഇപ്പൊ തുറക്കാം. എന്തെങ്കിലും ചെയ്ത് വേഗം തുറക്ക്. രാംദാസേ, തുറക്കാവേ. പുറത്തേക്ക് വന്നാൽ തന്നെ ശരിയാക്കി ഞാൻ. സാർ,
ഞാനെന്താ ഇവിടെ ചുമ്മാ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ കഥ തുറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് സാർ. ദേ ഇപ്പൊ പൂട്ട് വിളിച്ചാൽ സാറിനെ പുറത്തുകൊണ്ട് വരാം കേട്ടോ. ഡോൺ വറി, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. സാർ ഞാൻ സുഭാഷിനോട് സംസാരിച്ച് നോക്കട്ടെ സാർ. ഓക്കെ സാർ. നീ ചെയ്യുന്നത് ശരിയല്ല സുഭാഷ്. ഇത്രയും ക്രൂരമായിട്ട് കൊല ചെയ്യുന്നതിൽ നിനക്കൊരു വിഷമം തോന്നുന്നില്ലേ? എനിക്ക് വിഷമമുണ്ട് സാർ. ആ 4 പേരെയും സ്വന്തം അച്ഛൻ്റെ കൈകൊണ്ട് കൊല്ലിക്കുമെന്ന് ഞാൻ ചലഞ്ച് ചെയ്തില്ലേ? പാവപ്പെട്ട പിള്ളേരെ റേപ്പ് ചെയ്ത് അത് വീഡിയോ എടുത്ത് രസിക്കുന്ന ആ ക്രിമിനൽസിനെ എൻ്റെ കൈകൊണ്ട് അടിച്ച് കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട് സാർ. ചന്ദ്രൻ സാർ, നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ നീ എൻ്റെ കസ്റ്റഡിയിലെന്ന കാര്യം മറക്കരുത്. ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. നിങ്ങളുടെ കസ്റ്റഡിയിൽ സേഫായിട്ടാണ് ഉള്ളത്. അനിതയും സേഫ് തന്നെ. പക്ഷേ വീട്ടിൽ സാറിൻ്റെ മോള് സേഫാണോ എന്ന് അന്വേഷിച്ച് നോക്കിയോ? എന്താണ് നീ പറഞ്ഞത്? പ്രായപൂർത്തിയായ മോള് എന്തോ വീഡിയോ ഒക്കെ വന്നെന്ന് കേൾക്കുന്നു. സുഭാഷ്, സ്വന്തം മോൾക്കായപ്പോ ചോര തിളച്ചല്ലേ? മറ്റുള്ള അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്. നീ എന്താണ് ചെയ്തത്? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ തന്റെ കസ്റ്റഡിയിലല്ലേ. എന്നാ 10 മിനിറ്റിനുള്ളിൽ താൻ തന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ തനിക്ക് തന്റെ മോളെ കാണാൻ പറ്റില്ല. എന്താണ് ചെയ്തത്? എടാ എന്താണ് ചെയ്തത്? സാർ വെറും 10 മിനിറ്റ്. സുഭാഷ്, യെസ്, ഗോട്ട് ദി അഡ്രസ് സർ. Give me the address. Give me the address. ബിൽഡിംഗ് നമ്പർ 11 നിയർ CC OMR. Okay. ദാ വരുന്നു. അപ്പൂടെ എന്താ അപ്പു! എന്താ കാര്യം? അപ്പൂ, എന്താന്ന് പറ നിങ്ങള്. അപ്പൂ, എന്താ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? അപ്പൂ, നിന്റെ ഫോൺ എന്തേ? ഇവിടെ ഉണ്ടല്ലോ അച്ഛാ. നിന്നെ ഞാൻ ഫോൺ ചെയ്തിട്ടും എന്താ എടുക്കായിരുന്നത്? നിന്നെ വിളിച്ചിട്ടാണെങ്കിൽ നോട്ട് റീച്ചബിൾ. ഇവിടെ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? This game is a crime. Do you want to be the part of this killing? Already. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ കാണുന്ന പെണ്ണിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അച്ഛൻ ലാപ്ടോപ്പ് എറിഞ്ഞ് പൊട്ടിക്കായിരുന്നോ? ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തേ. അപ്പൂ, അപ്പൂ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചാൻ നോക്കിയവൻ. എന്താണ് കാര്യം? നിങ്ങൾ സെറ്റ് ചെയ്ത പ്രോഗ്രാം ഞങ്ങൾ ഡീകോഡ് ചെയ്തു. സെക്യൂരിറ്റി വാൾസ് ബ്രീച്ച് ചെയ്ത് ഒരു 10 സെക്കൻഡൊക്കെ ലോഗിൻ നിർത്തിവെക്കാൻ ഞങ്ങൾക്കും പറ്റും. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഈ 10 സെക്കൻഡ് ലൂപ്പ് ഹോൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓപ്പറേഷൻ സക്സസ്, ബട്ട് പേഷ്യന്റ് ഡെഡ്. ഇവിടെയുള്ള എല്ലാ സിസ്റ്റം അവൻ ഹാക്ക് ചെയ്തു സർ. സർ, ഈ സ്പോട്ട് വിട്ട് ആരും പുറത്തേക്ക് പോകരുതെന്ന് പറ. ശരി. ആ കണ്ണാടി ബോക്സ് എടുത്ത് കാര്യം പോരുന്നു പറ.
പറഞ്ഞ പോലെ എല്ലാവരെയും കൊന്നു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെയും കൊല്ലു അവൻ. ഛെ, വിട്. ജസ്റ്റ് ഡു സംതിങ്. ഹലോ. അവൻ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടാ എല്ലാവരെയും കൊല്ലുന്നത്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ പേരിലുള്ള കേസുകൾ പിൻവലിച്ച് റിലീസ് ചെയ്തേക്ക്. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ സബോർഡിനേറ്റ് ഒന്നുമല്ല. നിങ്ങൾ എനിക്ക് ഒരു ഓർഡറും തരണ്ട. ഹലോ കമ്മീഷണർ സാർ. നിങ്ങളൊന്നും മാറില്ലല്ലേ? കൃത്യമായി തെളിവുണ്ടെങ്കിൽ മാത്രമേ ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ ആളെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നല്ലേ തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നത്? പൊയ്ക്കോളൂ, കോടതിയുടെ സമയം വേസ്റ്റ് ആക്കാതെ. നമസ്കാരം സാർ. ജേസി സാർ ചന്ദ്രൻ, സാർ സുഭാഷിന്റെ കയ്യിൽ നിന്ന് കൊടുക്ക. സംസാരിക്കും. പറയൂ. എവിഡൻസ് ഇല്ലാന്ന് വെച്ച് രക്ഷപ്പെട്ടൊന്നും നീ കരുതണ്ട. നീ അകത്തിരിക്കുന്ന എന്നെ സേഫ്. കേസ് അവസാനിപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് നിന്നെ തീർത്ത് കളയാനാ. കോർട്ടിൽ വെച്ച് അത് ചെയ്യാൻ വേണ്ടി പുറത്ത് ആള് കാത്തുനിൽപ്പുണ്ട്. ഐ സജസ്റ്റ് യു മസ്റ്റ് കെയർഫുൾ. എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സിന് വളരെ നന്ദി. സാർ പൊക്കോളൂ. സുഭാഷ്, ഞാൻ നോക്കിക്കോളാം. നിന്റെ കഥ തീർന്ന്. ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ദൈവം ചിലപ്പോൾ രക്ഷിക്കില്ല, പക്ഷെ ഇദ്ദേഹം എന്നെ രക്ഷിക്കും. മനസ്സിലായില്ല? നിങ്ങളുടെ മോനും അവൻ്റെ ഫ്രണ്ട്സും പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന വീഡിയോസ് റെഡ് ലിക്സ് എന്ന പേരുള്ള ഓട്ടോമാറ്റിക് ഷെഡ്യൂളറിൽ അപ്ലോഡ് ചെയ്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാ മീഡിയയിലേക്കും അത് സ്പ്രെഡാവും. ഇതുവരെ സൊസൈറ്റിയിൽ നീ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ ഇമേജും. ഡാഡ്, ഇവൻ വെറുതെ പറയാ. ഇവന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. എന്താടാ, ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇതും കൂടി ചെയ്തൂടെ? ചത്തുപോയ നിന്റെ ഫ്രണ്ട് ആ ദീപക്കില്ലേ, അവൻ്റെ ഫോണിൽ നിന്ന് മൊത്തം വീഡിയോസും റിക്കവർ ചെയ്ത് ഞാൻ മെയിലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിന്റെ ഫോൺ താ, കാണിച്ചു തരാം. പേടിയുണ്ടോ? സമയമില്ല. ഞാൻ പോയി മാനുവലായിട്ട് ഓവർ റൈറ്റ് ചെയ്താലേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും കാലം നീ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. നിന്നെ പുറത്തു വിടാൻ പറഞ്ഞത് ഈ ഞാനാ. പക്ഷേ ഇപ്പൊ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി വീഡിയോ പുറത്തിറക്കുമെന്ന് പറയുന്നു. നീ ആക്ടിവേറ്റ് ചെയ്യാതെ അത് ഒരിക്കലും പുറത്തു വരില്ല. കറക്റ്റ്. ഞാൻ ഇത്രയും കാലം കസ്റ്റഡിയിലായിരുന്നു. നീയല്ലേ എന്നെ പുറത്തിറക്കി നിന്റെ ഫോണും തന്ന് അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചത്. ഡാഡ്, ഇവൻ ഇവിടെ വെച്ച് തീർത്തേക്കാം. മുതിർന്നവർ സംസാരിക്കുന്ന കണ്ടില്ലേ? ടെൻഷൻ ആവണ്ട. ആ വീഡിയോ ഞങ്ങൾക്ക് ആവശ്യമില്ലടാ. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഫേസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാവണം. പക്ഷെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. സഞ്ജയ്, നല്ല ഫ്രണ്ട്ഷിപ്പ്. അഭിജിത്ത്, കാൽകർ, വാട്ട് ഈസ് ദിസ്? എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്റെ ബിസിനസ് സാമ്രാജ്യം, 50 വർഷത്തെ റെപ്യൂട്ടേഷൻ, അത് 5 മിനിറ്റ് വീഡിയോ കൊണ്ട് നശിക്കാൻ പാടില്ല. ആ വീഡിയോ കിട്ടിയതിന് ശേഷം അവനെ അവിടെ വെച്ച് തീർക്കാം. അതുവരെ ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ?
പാസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, റെഡ് ലീക്സ് എന്ന പേരിൽ റേപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട രഹസ്യ വീഡിയോകൾ അല്പനേരത്തിനകം സംപ്രേഷണം ചെയ്യുമെന്നാണ് ഏറ്റവും വേഗം ടൈമിംഗ് നിർത്ത്. വിവരങ്ങൾ. പേടിക്കണം, നിന്റെ മോനെ എന്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലില്ല. ആ ബലാത്സംഗ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു കൗണ്ട് ഡൗൺ നമ്പറും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അഭിജിത്ത്, അഭിജിത്ത്, അഭിജിത്ത്. എവിടെയാ പോകുന്നത്? എവിടെയാ അഭിജിത്ത്? എവിടെ അല്ല, ഈ പേരും പ്രശസ്തിക്ക് സമ്പാദിക്കാൻ ഒരു 50 വർഷമായെന്നല്ലേ പറഞ്ഞത്? എന്നാ അതെല്ലാം സംരക്ഷിക്കാൻ ഇപ്പൊ നിനക്ക് ഒരു 2 മിനിറ്റ് സമയമുണ്ട്. നിനക്ക് നിന്റെ മോന്റെ ജീവൻ വേണോ, അതോ ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ച പണവും പ്രശസ്തിയും വേണോന്ന് നീ തന്നെ തീരുമാനിച്ചു. അതെന്റെ ജോലിയല്ല. വേണമെങ്കിൽ നീ വന്ന് നിർത്തിക്കോ. ദേ ഇതിൽ പ്രസ് ചെയ്താൽ മതി. വാ.
മോനെ അഭിജിത്ത്, അവസാനമായിട്ട് നല്ലൊരു അച്ഛനാവാൻ ചാൻസ് തന്നതാ, മോനെ അതും മിസ് ചെയ്തു. നീ ഈ ജീവിതത്തിൽ കാണിച്ച അബദ്ധം എന്താണെന്നറിയോ? മകനെ വളർത്തുമ്പോഴും ആലോചിച്ചില്ല, കൊല്ലുമ്പോഴും ആലോചിച്ചില്ല. കോളേജ് വിദ്യാർത്ഥിനിയുടെ കിഡ്നാപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചു വരുന്ന 4 പ്രതികളെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ റോഡരികിൽ നിന്നും കണ്ടെത്തി. കേരള ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രശാന്തിനോടൊപ്പം പ്രീതു. സർ, ഇവരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് 3 ദിവസമായുള്ളൂ സർ. അപ്പോഴേക്കും ആരോ വെട്ടിക്കൊന്നു സർ. സാർ ഇവിടെ ചാർജ് എടുത്ത ശേഷം 4 കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 കേസിലെയും പ്രതികളെ ഇന്ന് കാണാതായിരിക്കുകയാണ്. നിയമം അതിന്റെ കടമകൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കും. കൊലപാതകയെ പിടിക്കുകയോ ഇല്ലയോ സർ? സർ, എന്താ സർ മറുപടി ഒന്നും പറയാത്തത്? നിയമം അതിന്റെ കടമകൾ നിറവേറ്റും.